ഹായ് എവരിവൺ. അപ്പോൾ നമ്മുടെ മൂന്നാറിലെ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വട്ടവടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വട്ടവടയിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ രാവിലെ തന്നെ റെഡിയായി. ഞാൻ റെഡിയാവുന്ന നേരം കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ പൂളിൽ ചാടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ തന്നെ തണുപ്പ് എനിക്ക് ഒട്ടും പറ്റാത്തതുകൊണ്ട് ഞാൻ പോയില്ല. അതൊക്കെ കഴിഞ്ഞ് അവർ വന്നപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ബ്രേക്ക്ഫാസ്റ്റിലും അത്യാവശ്യം ഒരുപാട് മെനു ഉണ്ടായിരുന്നു. ഈ ചോക്കോസും ബ്രെഡും അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നേരെ റൂമിൽ വന്നു. എല്ലാം കൂടെ അടുക്കി പെറുക്കി പെട്ടിയിലാക്കി. എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടോയെന്നൊക്കെ കിടക്കയൊക്കെ തട്ടിക്കുടഞ്ഞ് നോക്കി. കിടക്കയൊക്കെ ഒന്ന് വിരിച്ച് വെച്ചിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് 1-2 സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കയറാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത് കേട്ടോ. അങ്ങനെ റൂമൊക്കെ എല്ലാം കാലിയാക്കി പെട്ടി എടുത്തുകൊണ്ട് ഇറങ്ങി. രാവിലെ തന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ, അത്യാവശ്യം വെയിലായിരുന്നു. അതുകൊണ്ട് തണുപ്പൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു പ്രത്യേക ഫീലായിരുന്നു അവിടെ. സൂര്യപ്രകാശം ഇങ്ങനെ അടിക്കുമ്പോൾ ഈ ചെടികളും പൂക്കളും ഒക്കെ ഭയങ്കര ഷൈനിങ് ആയിട്ട്, കൂടുതൽ ഷൈനിങ് ആയിട്ട് തോന്നുമല്ലോ. അങ്ങനെ വട്ടവടയ്ക്ക് വിട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പെട്ടിയൊക്കെ എടുത്ത് കാറിൽ വെച്ചിട്ട് നേരെ പോവുകയാണ്. ഇതാണ് വട്ടവട എന്ന് പറയുന്ന ഒരു ഗ്രാമം. നിങ്ങൾ ഒരു തവണയെങ്കിലും പോയി കണ്ടേക്കാവുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. മൂന്നാറിനേക്കാളൊക്കെ ഒരു പ്രത്യേകത, എന്തോ ഒരു പ്രത്യേകതയുണ്ട് അവിടെ. ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇവിടെ റോഡ് സൈഡിലും ഒക്കെ. ഒരുപാട് പൂക്കളിങ്ങനെ പലതരം കളറിലൊക്കെയുള്ള ഡിഫറെൻറ്റ് പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ പറ്റും. അതൊരു ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഒരു ചെറിയൊരു ചേരി പോലൊരു പ്രദേശം, ചെറിയൊരു വീടും അങ്ങനെയൊക്കെ ആയിട്ടുള്ള, അതിനുള്ളിൽ കൂടെ ഒരു ചെറിയ റോഡാണെന്നും കണ്ടാൽ പറയത്തില്ല. അതിനുള്ളിൽ കൂടെയാണ് നമ്മുടെ റിസോർട്ടിലേക്ക് പോകേണ്ടത്. അതിനുള്ളിലൂടെ പോയിട്ട് മേലെ കയറി ഹൈറ്റിൽ പോകണം. അങ്ങനെയാണ് നമ്മുടെ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ചും ആ വഴി കൂടെ തന്നെയാണ് വരുന്നത് കേട്ടോ. താഴെ ഇതുപോലെ ഒരുപാട് തട്ടായിട്ട് കൃഷിയല്ല, ചെടികളാണ് അവിടെ കൂടുതലും നടുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടു നമ്മൾ നേരെ പോയത് ഒരു ഹണി മ്യൂസിയം ആണ്. ഹണി മ്യൂസിയം, പിന്നെ തൊട്ടടുത്ത് സ്ട്രോബെറി ഫാമും ഉണ്ടായിരുന്നു. അവിടെ അടുത്തടുത്ത് ഒരുപാട് സ്ട്രോബെറി ഫാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവർക്കും ഈ ചെടികളൊക്കെ പൂക്കളൊക്കെ കൃഷി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ നമുക്ക് എല്ലാം കണ്ട് നടക്കാം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഗാർഡനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കുറേ സ്ട്രോബെറി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ സ്ട്രോബെറി ഒരു തവണ വിളവെടുപ്പ് കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ നട്ട പുതിയ ചെടികളാണ് അതൊക്കെ. അതുകൊണ്ട് നമുക്ക് അധികം സ്ട്രോബെറീസായിട്ട് കാണാൻ പറ്റിയില്ല. നട്ടിട്ടുള്ള ചെടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതുപോലെ കുറേ അടിപൊളി കളറിലുള്ള ഡിഫറെൻറ്റ് പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് സ്ട്രോബെറി അവർ ജാം, സ്ക്വാഷ് അങ്ങനെയുള്ള വൈനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ 1-2 ഐറ്റംസൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. നമുക്ക് അവിടുന്ന് ടെസ്റ്റ് ചെയ്യാനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു സ്ട്രോബെറി വൈനൊക്കെ. അങ്ങനെ വൈനൊക്കെ വാങ്ങിച്ചു. പിന്നെ ജാമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിങ്ങനെ ചെടികളൊക്കെ നോക്കി നടക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 1-2 സ്ട്രോബെറീസ് അതിലുണ്ടായിരുന്നു. അപ്പോൾ സ്ട്രോബെറി കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ നോക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഒരു ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അതിങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങി പോയിട്ട് നമുക്ക് വ്യൂ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അവിടത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ പണ്ട് ഡിഗ്രിക്ക് പോയപ്പോൾ ഈ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഭയങ്കര ക്യൂവും അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. അതുകൊണ്ട് ഈ ഒരു സ്ഥലം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇപ്പോൾ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അടിപൊളി ഒരു സ്ഥലമായിരുന്നു കേട്ടോ. എന്താ പറയുക, ഈ കോടയും മഞ്ഞും ഒക്കെ ഇങ്ങനെ, കേരളമൊക്കെ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണോ എന്ന് ഇത് കാണുമ്പോഴാണ് മനസ്സിലാകുന്നത്. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് മലനിരകളും അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കോടയൊക്കെ ഇറങ്ങി വരുന്നത് ഭയങ്കര ഭംഗിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗി. അങ്ങനെ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അധികം ആളും ബഹളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ലൊരു സമയത്താണ് ഞങ്ങൾ പോയത്. ഈ ടോപ്പ് സ്റ്റേഷനിലൊക്കെ അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. അധികം ആൾക്കാർ കൂടുമ്പോൾ അങ്ങോട്ടേക്ക് ഒരുപാട് പേരെയൊന്നും പോകാൻ സമ്മതിക്കത്തുമില്ല. അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമാണ്. അവിടെ പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരുപാട് ചന്തകൾ, കുഞ്ഞു ചന്തകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ 1-2 ബാഗൊക്കെ ഞാൻ നോക്കി. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് കമ്മലാണ് വേണ്ടത്. എനിക്ക് ഈ കുട്ടി കമ്മൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള 1-2 അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നോക്കി നടന്നു. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഇതിങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ എപ്പോഴും ഈ മലനിരകളും കോടയും അതൊക്കെ തന്നെ ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഈ നീല കളറിലുള്ള ആകാശം, ഫുള്ള് മേഘങ്ങളും ഒക്കെ ആയിട്ട് വേറെ എവിടെയോ എത്തിയൊരു ഫീലായിരുന്നു. ഭയങ്കര ഭംഗിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ വട്ടവടയും ഈ ഒരു സ്ഥലങ്ങളും ഒക്കെ. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്തേക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഒരുപാട് താഴേക്കൊന്നും പോയില്ല കേട്ടോ. മാക്സിമം പോയി. പിന്നെ അതിന് വീണ്ടും താഴോട്ടേക്ക് ഉണ്ടായിരുന്നു. ഈ ഇറങ്ങൽ ഭയങ്കര സുഖമായിരുന്നു. തിരിച്ച് കയറി വരലായിരുന്നു ബുദ്ധിമുട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ
എന്താ ചോക്ലേറ്റ് ഫാക്ടറിയിലൊക്കെ പോയി. അവിടെ നല്ല സ്ഥലം, ഈ പച്ചപ്പുല്ലൊക്കെ ആയിട്ട് പോകുന്ന വഴിയും ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, അവിടെ കമ്പി വേലിയൊക്കെ കെട്ടിയതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ റോഡൊക്കെ കാലിയായിരുന്നു, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല സമാധാനത്തിൽ പോയിട്ട് വന്നു. പോകുമ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടൊരു വലിയ ചോക്ലേറ്റ് ഫാക്ടറി ആയിരുന്നു. അവിടെ ഇറങ്ങിയിട്ട് ചോക്ലേറ്റ് ഫാക്ടറിയും പിന്നെ അതിൻ്റെ കൂടെ ഈ കാപ്പി, തേയില, ഈ ഓൾ സ്പൈസസ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ, ചോക്ലേറ്റും ചായപ്പൊടിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഏലക്കായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്.